ബി.ജെ.പി. എന്ന പാർട്ടി ഇന്ത്യയിൽ സ്വയം വളരുന്നതല്ല, പകരം കോൺഗ്രസ് അതിനെ വളർത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? സംഭവം സത്യമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാർ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസ് ബീഹാറിൽ 70 സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന പിടിവാശിയുമായി രംഗത്തു വരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ആദ്യത്തെ വിള്ളൽ ബീഹാറിൽ വീണിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഈ നിലവിട്ട ആവശ്യത്തിന് പിന്നാലെ ബീഹാറിലെ 243 സീറ്റിലും മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യ പ്രതിപക്ഷമായ RJDയുടെ നേതാവ് തേജസ്വി യാദവ്. ബീഹാറിൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ കോൺഗ്രസിനെ 70 സീറ്റ് മത്സരിക്കാൻ നൽകി എന്ന ഒറ്റ തെറ്റിന്റെ പേരിലാണ് RJD നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടത്. കാരണം 70 സീറ്റ് പിടിച്ചുവാങ്ങി മത്സരിച്ച കോൺഗ്രസ് വിജയിച്ചത് വെറും 19 സീറ്റിൽ മാത്രമാണ്. അതായത് കോൺഗ്രസിൻ്റെ വിജയ ശതമാനം വെറും 27% മാത്രമാണ്. അതേസമയം ഇടതു പാർട്ടികളായ CPM, CPI, CPIML ലിബറേഷൻ എന്നിവ വെറും 29 സീറ്റിൽ മത്സരിച്ച് 16 സീറ്റ് സ്വന്തമാക്കി. അതായത് ഇടതു പാർട്ടികൾക്ക് 2020 ബീഹാറിൽ കോൺഗ്രസിൻ്റെ ഇരട്ടിയിലധികം വിജയ ശതമാനം ഉണ്ടായിരുന്നു. എന്നിട്ടും കോൺഗ്രസ് ഇത്തവണയും BJP മുന്നണിക്ക് ഗുണമാകുന്ന ഈ നീക്കവുമായി രംഗത്ത് വന്നത് നിഷ്കളങ്കമായിരുന്നു എന്ന് കരുതാൻ വയ്യ. ഇതിനു മുൻപും പലതവണ പല സംസ്ഥാനങ്ങളിൽ BJP വിജയിച്ചതിന് പിന്നിലെ ഏക കാരണം കോൺഗ്രസ് എന്ന പാർട്ടിയായിരുന്നു. അത് തെളിയിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പരിശോധിച്ചാൽ മതിയാണ്. ഈ വർഷം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഇതിൻ്റെ കൃത്യമായൊരു ഉദാഹരണമാണ്. ആം ആദ്മി പാർട്ടി മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന ഡൽഹിയിൽ അവരെ പ്രതിപക്ഷത്തെത്തിക്കാൻ കോൺഗ്രസ് വല്ലാതെ കഷ്ടപ്പെട്ടു. ഇന്ത്യ സഖ്യമെന്ന വലിയ ആശയത്തെ മറന്ന് അവർ ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് ഭിന്നിപ്പിച്ചു. 8 സീറ്റുകൾ മാത്രം നിയമസഭയിൽ ഉണ്ടായിരുന്ന BJPയെ അവർ 48 സീറ്റിലേക്ക് വളർത്തി. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് സന്ദീപ് ദീക്ഷിത് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകളായിരുന്നു. ഒരുപക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ BJP രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലേ എത്തില്ലായിരുന്നുവെന്ന് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ പോലും അടക്കം പറയുന്നുണ്ട്. എന്നിട്ടും കോൺഗ്രസ് BJPക്ക് ഡൽഹി ഒരു താലത്തിൽ വെച്ച് സമ്മാനിച്ചു. ഇത് തന്നെയാണ് ഹരിയാനയിലും 2024 നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ 10ൽ 5 ലോക്സഭാ സീറ്റുകളും ആം ആദ്മി കോൺഗ്രസ് സഖ്യം BJPയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം വേണ്ട എന്ന നിലപാടെടുത്തു. സ്വാഭാവികമായും BJP വോട്ട് ഭിന്നിപ്പ് ഗുണമാക്കി വീണ്ടും അധികാരം ഹരിയാനയിൽ നിലനിർത്തി. ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം വെവ്വേറെ മത്സരിച്ച കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും സംയുക്ത വോട്ട് വിഹിതത്തേക്കാൾ കുറവായിരുന്നു എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഡൽഹിയിലും ഹരിയാനയിലും ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ബാബറി മസ്ജിദിന്റെ ഗേറ്റുകൾ സംഘപരിവാരത്തിന് മുന്നിൽ തുറന്നിട്ട രാജീവ് ഗാന്ധിയും ബാബറി പള്ളി സംഘപരിവാരം തകർത്തെറിഞ്ഞപ്പോൾ നിശബ്ദമായി അവരെ സഹായിച്ച നരസിംഹറാവുവും ഒക്കെ തന്നെയാണ് BJP എന്ന പാർട്ടിക്ക് ഇന്ത്യയിൽ ഒരു വോട്ട് ബേസ് നിർമ്മിച്ചു നൽകിയത്. ഇനി ചോദ്യം നിങ്ങളോടാണ്. BJPയെ വളർത്തുന്ന, അവർക്ക് അധികാരത്തിലേക്ക് വഴിയൊരുക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയെ ഇനിയും വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണ്?